ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് അരി കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് തലേ ദിവസം കുതിർത്ത് അരച്ച് വയ്ക്കണം. ഞാൻ അരി അരച്ചു, മിക്സിക്കകത്താണ് ഒരു തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, അപ്പത്തിൻ്റെ പരുവത്തിലൊന്നും അരച്ചെടുക്കരുതേ. നമ്മൾ വെള്ളയപ്പം ചൂടുന്ന പരുവമൊന്നും ആവരുത്. അതുപോലെ 3-4 കുടിക്കൊലയുടെ പഴം, ഞങ്ങളുടെ ഇവിടെ കണ്ണമ്പഴം ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ എടുത്തേക്കുന്നത്. പാളയംതോടനാണ് ഒത്തിരി കൂടെ നല്ലതെന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ണമ്പഴമാണ് എടുത്തത്. ഏത് പഴം എടുത്താലും ഒന്നുമില്ല. അല്പം ശർക്കരയും കൂടെ ചേർത്ത് ഞാനിത് മിക്സിക്കകത്ത് ഇതും ഒന്ന് അരച്ച് ഇതിനകത്തോട്ട് ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ശർക്കരയും പഴവും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരിമാവിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളക്കി നമ്മൾ തലേ ദിവസം തന്നെ ഇത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ പറ്റും. വേണ്ടവർക്ക് വേണമെങ്കിൽ ഇച്ചിരി സോഡാപ്പൊടിയോ വല്ലതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എടുത്താൽ എളുപ്പം അത് പുളിക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് പിറ്റേ ദിവസം രാവിലെ അല്പം തേങ്ങാക്കൊത്തും ജീരകവും കൂടെ വറുത്തിടണം. അതിന് അല്പം നെയ്യ് ഞാൻ അടുപ്പിൽ വെച്ച് ഉരുക്കിയ ശേഷം അതിനകത്ത് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് വറുത്തെടുത്ത ശേഷമാണ് ഞാൻ അല്പം ജീരകം മൂപ്പിച്ചെടുത്തത്. എന്നിട്ട് ഞാൻ ആ തേങ്ങാക്കൊത്ത് വീണ്ടും അതിനകത്തോട്ടൊന്ന് കുടഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇതെല്ലാം കൂടെ അങ്ങ് ചേർക്കുകയാണ് ചെയ്തത്. തന്നെയായിട്ട് ചേർത്താലും ഒന്നുമില്ല. ജീരകം നമുക്ക് ഇതിനൊരു ടേസ്റ്റും മണവും ഒക്കെ ഈ ഉണ്ണിയപ്പത്തിന് കൊടുക്കും. നമുക്ക് എള്ളുണ്ടെങ്കിൽ, കറുത്ത എള്ളുണ്ടെങ്കിൽ ഇടുവാണെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടില്ല. നല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഉണ്ണിയപ്പം അല്ലേ. ഞാൻ ജീരകം വറുത്തെടുത്ത ശേഷം അതിനകത്തോട്ട് വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഇളക്കി അത് ഞാൻ ആ മാവിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചെറുകോപ്പുഴ മണക്ക് പോയപ്പോൾ ഒരു അപ്പക്കാര വാങ്ങിച്ചതാണ്. ഞാൻ ഒത്തിരി നാളായി വാങ്ങിച്ചിട്ടത് ഒന്നും എടുത്തില്ല. അന്നേരം ഒന്ന് എടുക്കാമെന്നുള്ള ഒരു വിചാരത്തിന് എടുത്തതാണ്. ഞാൻ വറുത്ത് വെച്ച ജീരകവും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് ഇളക്കി വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാനെല്ലാം കൂടെ ഇളക്കി വെച്ചു. എന്നിട്ട് നമുക്ക് ചൂടാനായിട്ട് ഈ എണ്ണ അപ്പക്കാരയ്ക്കകത്ത് ഒഴിച്ച് അടുപ്പേ വെച്ചു. നമുക്ക് അതിനകത്തോട്ട് കോരി ഒഴിക്കാം മാവ്. എണ്ണ തിളച്ച ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഓരോന്നായിട്ട് തിരിച്ചിട്ട് വെന്തത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ തിളച്ച് വയ്ക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് ആവും. നമ്മൾ അതിനനുസരിച്ചത് തിരിച്ചിടുകയും കോരുകയും ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ 2-3 പ്രാവശ്യമായിട്ട് അത് ചുട്ടെടുത്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഉണ്ണിയപ്പം. ഈ മാവ് കൊണ്ട് തന്നെ നമുക്ക് നെയ്യപ്പവും ചുടാം.